സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. നമുക്ക് ഒരുപാട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ഒരുപാട് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് സ്റ്റാഫിംഗ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. നമുക്ക് എത്ര മാൻ പവർ ആവശ്യമാണ്, എത്ര ആളുകളെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുക. ഒരു സ്ഥാപനത്തിൽ എത്ര വേക്കൻസീസ് വേണം, അല്ലെങ്കിൽ എത്ര പേരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നാം മുൻകൂട്ടി അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം വരുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. റിക്രൂട്ട്മെൻറ്റ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ചാപ്റ്ററിൽ നമുക്കിന്നത് വിശദീകരിക്കാനുണ്ട്. റിക്രൂട്ട്മെൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പെർസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഇപ്പോൾ കുറേ വേക്കൻസീസ് ഉണ്ടാവാം. ഈ വേക്കൻസീസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എംപ്ലോയീസിനെ കണ്ടെത്തുകയും അവരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച്, അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് അവരെ ഒരു ജോബിനായിട്ട് അപ്ലൈ ചെയ്യിപ്പിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി വിശദമായി അത് പഠിക്കാനുണ്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. സെലക്ഷൻ നമുക്കറിയാം, പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്, തിരഞ്ഞെടുക്കലാണ്. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ഫ്രം എമംഗ് ദ പൂൾ ഓഫ് പെർസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്സ്. അതായത് ഇവിടെ കുറേ കാൻഡിഡേറ്റ്സ് വർക്കിന് അല്ലെങ്കിൽ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നതാണ് സെലക്ഷൻ. ഇതും വിശദീകരിക്കുന്നില്ല, നമുക്ക് ഡീപ്പായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ ഇനി പഠിക്കാനുണ്ട്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. എന്താണ് പ്ലേസ്മെൻ്റ് എന്ന് നോക്കാം. ഒരു എംപ്ലോയിക്ക് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ പൊസിഷൻ അയാളെ ഏൽപ്പിക്കുന്നതിനെയാണ് നാം പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളെ നമ്മൾ ക്ലർക്കായിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരാളെ മാനേജറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് അയാളുടെ പ്ലേസ്മെൻറ്റ്. എന്നാൽ എന്താണ് ഓറിയൻറ്റേഷൻ? ഓറിയൻറ്റേഷന് മറ്റൊരു പേര് ഇൻഡക്ഷൻ എന്നാണ്. ഓറിയൻറ്റേഷൻ മീൻസ് ഇൻട്രൊഡ്യൂസിങ് ദ സെലക്റ്റഡ് എംപ്ലോയി ടു അതർ എംപ്ലോയീസ് ആൻഡ് ഫെമിലറൈസിങ്. അതായത് പുതിയതായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പുതിയതായിട്ടൊരു എംപ്ലോയി ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ ആ സ്ഥാപനത്തെക്കുറിച്ചും മറ്റ് എംപ്ലോയീസിനെ കുറിച്ചുമുള്ളൊരു വിവരം കൊടുക്കലും അദ്ദേഹത്തെ ആ സ്ഥാപനവുമായിട്ടും അവിടുത്തെ എംപ്ലോയീസുമായിട്ട് നാം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി പറയുന്ന പേരാണ് ഓറിയൻറ്റേഷൻ. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവിടെ വിശദീകരിക്കുന്നില്ല, വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഈ ചാപ്റ്ററിൽ തന്നെ നമുക്കിനി അത് പഠിക്കാനുണ്ട്. ആൻഡ് സിക്സ്ത് വൺ, പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ കറണ്ടും അതുപോലെ തന്നെ അതായത് ഇപ്പോഴുള്ളതും മുൻപുള്ളതുമായ പെർഫോമൻസ് ആ സ്ഥാപനം തന്നെ, ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനം ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് എത്രത്തോളം നമ്മുടെ എംപ്ലോയിയുടെ പെർഫോമൻസ്, അയാളുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് ആണ്. പ്രൊമോഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരാളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ മീനിങ് ഇത്രയേ ഉള്ളൂ, ഇറ്റ് റെഫേഴ്സ് ടു ബീങ് പ്ലേസ്ഡ് ഇൻ പൊസിഷൻ ഓഫ് ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഉണ്ടായിരുന്ന ജോബിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് അയാളുടെ റെസ്പോൺസിബിലിറ്റി കൂടി വർദ്ധിക്കുന്ന ഒരു രീതിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സ്ഥാനക്കയറ്റം എന്നാണ് മലയാളം. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് കോമ്പൻസേഷൻ. അതായത് ഇതൊക്കെ കഴിഞ്ഞാൽ അവരുടെ സാലറി എത്രയാവണം അല്ലെങ്കിൽ അവരുടെ വേജസ് എത്രയാകണം എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നു. ഇതാണ് കോമ്പൻസേഷൻ.